ഹലോ, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്കൂൾ കോളേജസിൽ നമ്മൾ ചെയ്യുന്ന പോലെ ട്രഡീഷണലി ഫുൾ കാൽക്കുലേഷൻ റൈറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് നമുക്ക് അത്രയ്ക്ക് ടൈം ഇല്ല. സോ നമ്മൾ ഹൊറിസോണ്ടലി തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഒരു ട്രിക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഇത്രയും അഡീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് എല്ലാം താഴെ എഴുതിയിട്ടാണ് ചെയ്യുക. നമുക്ക് അതിനുള്ള സമയമോ അതിനുള്ള വർക്ക്ഷീറ്റ്സോ ഒന്നും അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഹൊറിസോണ്ടലി തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. റൈറ്റ്, ഇവിടെ ഈ അഡീഷനിൽ 4 plus 8 is 12, 12 plus 3 is 15, 15 5 എഴുതും, റിമൈൻഡർ is 1, 1 plus 3 is 4, 4 plus 8 is 12, 12 plus 6 is 18, remainder is 1, 1 plus 2 is 3, 3 plus 1 is 4, 4 plus 5 is 9, 985 is the answer. 7 plus 1, 8, 8 plus 1, 9, no remainder, 2 plus 4, 6, 6 plus 2, 8, again, no remainder, 4 plus 2, 6, 6 plus 6, 12, 12 unit 2, remainder is 1, 1 plus 1, 2, 2 plus 3, 5, 5 plus 5, 10, so 10289 is the answer, right? Here, third one, 8 plus 8, 16, 16 plus 2, 18, remainder is 1, 1 plus 3, 4, 4 plus 7, 11, 11 plus 2, 13, remainder is 1, 1 plus 2, 3, 3 plus 4, 7, 7 plus 1 is 8, again, ഇവിടെ 1, only 1838, right? This is the answer. ഈ ഒരു മെത്തഡോളജിയിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതർവൈസ് നമ്മൾക്ക് ഒരുപാട് സ്ക്രീനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് കോപ്പി ചെയ്ത് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യും. റൈറ്റ്, ഇനി നമുക്ക് സബ്ട്രാക്ഷനിലേക്ക് പോകാം. നമുക്ക് ഹൊറിസോണ്ടലി എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. റൈറ്റ്, നോർമലി 234 നിന്നും 188 സബ്ട്രാക്ട് ചെയ്യേണ്ടി വരുമ്പോഴേ നമ്മൾ ട്രഡീഷണലി എങ്ങനെ താഴെ എഴുതിയിട്ടാണ് ചെയ്യുക. സോ ഇത് ചെയ്യുമ്പോഴേ ഇവിടെ 4 നിന്ന് 8 പോയില്ല. സോ 14 നിന്ന് 8 പോയാൽ 6 എഴുതും. അങ്ങനെ 14 ആക്കിയത് കൊണ്ട് ഈ 3 എന്നുള്ളത് 2 ആയി മാറും. 2 നിന്ന് 8 പോയില്ല. സോ 12 നിന്ന് 8 പോയാൽ 4 ആയി മാറും. സോ ഇത് 1 minus 1 is 0, 46 is the answer. അതായത് 4 നിന്ന് 8 പോകാത്തത് കൊണ്ട് നമ്മൾ ബോറോ ചെയ്ത് 14 ആക്കിയതിനു ശേഷം മാത്രമാണ് 8 സബ്ട്രാക്ട് ചെയ്തത്. റൈറ്റ്, എന്നിട്ടാണ് ഇവിടെ 6 എഴുതുന്നത്. ഹൊറിസോണ്ടലി ചെയ്യുമ്പോഴേ അങ്ങനെയല്ല. അത് ചെയ്യുമ്പോഴേ 4 minus 8 is -4. -4 എന്ന് കാണുമ്പോൾ തന്നെ 10 നിന്ന് ഡിഫറൻസ് ആയ 6 നമ്മൾ എഴുതും. ആ എഴുതിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യുള്ളൂ. സോ ദിസ് വിൽ ബിക്കം 2. 2 minus 8 is again -6. മൈനസ് ഫിഗർ വന്നപ്പോൾ തന്നെ 10 ഡിഫറൻസ് ആയ 4 നമ്മൾ എഴുതും. അങ്ങനെ 10 ഡിഫറൻസ് എഴുതിയ റീസൺ കൊണ്ട് ഇനി കാണുന്ന നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യും. സോ ദിസ് 2 വിൽ ബിക്കം 1. 1 minus 1 is 0, 46 is the answer. ഇവിടെ നമ്മൾ ബോറോ ചെയ്ത് 14 ആക്കിയിട്ടാണ് 8 സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 4 minus 8 -4 വന്നപ്പോഴേ 6 എന്ന ആൻസർ എഴുതി, എന്നിട്ട് മാത്രമേ നമ്മൾ ബോറോ ചെയ്യുന്നുള്ളൂ. ഇത്രയുള്ള ഡിഫറൻസ്. ബാക്കി സെയിം മെത്തഡോളജി. 0 ഇവിടെ നമ്മൾ നോർമലി ഇങ്ങനെയാണ് 8 സബ്ട്രാക്ട് ചെയ്യുക. 0 നിന്ന് 8 പോയില്ല. 10 നിന്ന് 8 പോയാൽ 2, അപ്പൊ ഇവിടെ 9 ഉണ്ടാവും. 9 നിന്ന് 8 പോയാൽ 1, 12 is the answer എന്നാണ് നമ്മൾ നോർമലി ചെയ്യുക. ഹൊറിസോണ്ടൽ ചെയ്യുമ്പോഴേ 0 minus 8 is -8. -8 നിന്ന് -8 എന്ന ഫിഗർ കണ്ടാൽ നമ്മൾ 2 എന്ന് എഴുതും. ഇവിടെ വല്ല നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്താണ്. നമ്പർ ഇല്ല. സോ -1 എന്ന് റീഡ് ചെയ്യും. -1 നമ്മൾ റീഡ് ചെയ്യും. -1 -8 is -9. -9 വന്നാൽ തന്നെ 10 ഡിഫറൻസ് ആയ 1 എഴുതും. ഇവിടെ 0 ആയി മാറും. ഇവിടെ ഡിജിറ്റ് ഇല്ല. സോ 12 is the answer. സെയിം ആൻസർ. റൈറ്റ്, ഇനി പ്ലസും മൈനസും മിക്സ് ആയി വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 4 minus 7 is -3. -3 plus 1 is -2. -2 വന്നാൽ again 10 ഡിഫറൻസ് ആയ 8 എഴുതി. ഇനി നമ്മൾ റീഡ് ചെയ്യുന്ന നമ്പർ 1 റെഡ്യൂസ് ചെയ്ത് വായിക്കും. ബിക്കോസ് നമ്മൾ 10 ഡിഫറൻസ് ആണ് അവിടെ 8 എഴുതിയത്. സോ 3 നിന്ന് 1 റെഡ്യൂസ് ചെയ്യുമ്പോൾ 2. 2 minus 8 is -6. -6 plus 3 is -3. -1 വന്നാൽ തന്നെ 10 ഡിഫറൻസ് ആയ 7 എഴുതും. സോ ദിസ് വിൽ ബിക്കം നാച്ചുറലി 1. 1 minus 1 is 0. 0 plus 4 is 4. 4, 7, 8 is the answer. Right? This is the answer. അടുത്തതില് 4 minus 9 is -5. -5 plus 2 is -3. -3 വന്നാൽ തന്നെ നമ്മുടെ 10 ഡിഫറൻസ് ആയ 7 എഴുതും.
ഇനി കാണുന്ന നമ്പറിൽ നിന്ന് നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യും. സോ ഇവിടെ 7 ആണ്, അതിന് 1 സബ്ട്രാക്ട് ചെയ്ത് 6. 6 minus 8 is minus 2. Minus 2 plus 2 is 0. 0 എന്നാൽ we can write 0. ഇവിടെ 5 minus 2 is 3. 3 plus 2 is 5. So 507 is the answer. ഇതില് 4 minus 8 is minus 4. Minus 4 minus 9 is minus 13. Minus 13 10 ൽ തികയില്ല, അതുകൊണ്ട് 20 ൽ നിന്ന് ഡിഫറൻസ് എടുക്കും. 20 ൽ ഡിഫറൻസ് is 7. റെഡി അല്ലേ? 10 ൽ നിന്ന് ഡിഫറൻസ് എടുത്തെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തേനെ. ഇവിടെ 20 ൽ നിന്നാണ് ഡിഫറൻസ് എടുത്തത്, ഈ 7. അതുകൊണ്ട് ഇവിടെ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. 3 ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 1 ആണ് ബാക്കി ഉണ്ടാവുക. 1 minus 7 is minus 6. Minus 6 minus 7 is minus 13. Minus 13 again 10 ൽ തികയില്ല, 20 എന്നുള്ള വ്യത്യാസം again 7. സോ ഇവിടെ നിന്ന് വീണ്ടും 2 കുറയ്ക്കേണ്ടി വരും, കാരണം 20 നിന്നാണ് ഡിഫറൻസ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബിക്കം 4. 4 minus 1 is 3. 3 minus 1 is 2. ഇങ്ങനെ ആണ് നമ്മൾ ഹൊറിസോണ്ടലി അഡീഷൻ സബ്ട്രാക്ഷൻ എസ്പെഷ്യലി ഇൻ കോമ്പറ്റീറ്റീവ് എക്സാംസ് നമ്മൾ ചെയ്യുന്നത്. റൈറ്റ്? ഓക്കെ, താങ്ക് യു.